നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം വനപർവം ധർമ്മത്തിൻ്റെ മഹാത്മ്യം. യുധിഷ്ഠിരൻ തുടർന്നു. പ്രിയേ, കർമ്മഫലം നോക്കിയിട്ടല്ല ഞാൻ കർമാനുഷ്ഠാനം ചെയ്യുന്നത്. കൊടുക്കുന്ന ദാനത്തിൻ്റെയോ ചെയ്യുന്ന യാഗത്തിൻ്റെയോ അനന്തരഫലത്തെപ്പറ്റി ഞാൻ ചിന്തിക്കാറില്ല. പുരുഷൻ അവൻ്റെ കർത്തവ്യം ചെയ്യണം. അത് ഗൃഹസ്ഥൻ്റെ ധർമ്മമാണ്. ഞാൻ ധർമ്മം അനുഷ്ഠിക്കുന്നതും ആചരിക്കുന്നതും ധർമ്മത്തിൻ്റെ ഫലം ആശിച്ചല്ല. പ്രതിഫലത്തിനു വേണ്ടി കർമ്മം ചെയ്യുന്നത് കച്ചവടമാണ്. അത്തരക്കാർ നിന്ദ്യരാണ്. അവരെ ഒരിക്കലും ധർമ്മിഷ്ഠരായി കണക്കാക്കുകയില്ല. ധർമ്മത്തിൽ നിന്ന് ഫലത്തെ ആഗ്രഹിക്കുന്നവൻ കർമ്മത്തിൻ്റെ മഹത്തായ ഫലം നേടുന്നതുമില്ല. അവൻ നാസ്തികനും പാപിയുമാണ്. സൽക്കർമ്മം ചെയ്ത ശേഷം ധർമ്മത്തെ സംശയിക്കുന്നവനും ഐശ്വര്യം നേടുകയില്ല. വേദത്തെ അടിസ്ഥാനമാക്കി ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ധർമ്മത്തെ സംശയിക്കരുത് എന്ന്. ദ്രൗപദി, ഇവിടെ വന്നുപോയ തപോനിധിയും മുനീശ്വരനും ധർമ്മത്താൽ ചിരഞ്ജീവിയുമായ മാർക്കണ്ഡേയ മഹർഷിയെ നീ പ്രത്യക്ഷത്തിൽ കണ്ടില്ലേ? അദ്ദേഹം ധർമ്മത്താലാണ് ചിരഞ്ജീവിയായത്. വ്യാസൻ, വസിഷ്ഠൻ, മൈത്രേയൻ, നാരദൻ, ലോമശൻ, ശുഗൻ തുടങ്ങിയ താപശ്രേഷ്ഠരൊക്കെ ധർമാനുഷ്ഠാനം കൊണ്ട് ശുദ്ധമാനസന്മാരായവരാണ്. അതുകൊണ്ട് നീ ധർമ്മത്തെയും ദൈവത്തെയും മൗഢ്യത്താൽ ആക്ഷേപിക്കുകയും സംശയിക്കുകയും ചെയ്യരുത്. അത് ശരിയല്ല. താൻ കണ്ടതാണ് ശരിയായ പ്രമാണമെന്ന് മൂഢൻ ഉറപ്പിച്ചു പറയും. ശ്രേയസ്സിനെ നിരസിക്കുന്ന അവൻ ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടകരമായി ഈ ലോകത്തിൽ കാണുന്നത് മാത്രമാണ് സത്യമായിട്ടുള്ളത് എന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ പായുന്നു. എന്നാൽ ശാശ്വതമായ സന്തോഷത്തിൻ്റെ ലോകത്ത് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നവന് ധർമ്മമാകുന്ന വഞ്ചിയല്ലാതെ വേറെ വാഹനമൊന്നുമില്ല. ധർമ്മത്തിൽ നിന്നാണ് ശാശ്വതമായ ശ്രേയസ് വന്നു ചേരുന്നത്. ധർമ്മം പാഴാവുകയില്ല. വിദ്യയ്ക്കും തപസ്സിനുമുള്ള ഫലമാണ് നീ കേട്ടറിഞ്ഞിട്ടുള്ള നിന്റെയും ദുഷ്ടതമ്യൻ്റെയും ജന്മം എന്ന് നീ മനസ്സിലാക്കുക. സർവേശ്വരനായ വിധാതാവിനെ നീ അധിക്ഷേപിക്കരുത്. മൃത്യു സംഭവിക്കുന്നവനാണ് മർത്യൻ. എന്നാൽ ആ ദേവന്റെ പ്രസാദത്താൽ മർത്യൻ അമർത്യനായി വരും. അങ്ങനെയുള്ള മുഖ്യദേവതയെ നീ ഒരിക്കലും നിന്ദിക്കരുത്. ദ്രൗപദി മഹാരാജാവേ, ഞാൻ ധർമ്മത്തെ ഒരിക്കലും അപമാനിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുകയില്ല. ദുഃഖാർത്തയായ ഞാൻ പലതും പറഞ്ഞ് വിലപിക്കുന്നതിനിടയിൽ ആരെയെങ്കിലും പഴിക്കുന്നതായാൽ അത് കരുതലോടുകൂടി ചെയ്യുന്ന നിന്ദയാണെന്ന് ഭവാൻ കരുതരുത്. കർമ്മം എല്ലാവരുടെയും കർത്തവ്യമാണ്. കർമ്മമില്ലാതിരുന്നാൽ ചേതനങ്ങളായ ജീവികൾ ഒന്നും തന്നെ ജീവിക്കുകയില്ല. പൂർവ്വ കർമ്മഫലത്തെ സർവ്വഭൂതങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് നാം ചെയ്യുന്ന കർമ്മമാണ് നാളത്തെ അനുഭവത്തിന് കാരണമാകുന്നത്. ജനങ്ങൾ കർമ്മവിമുഖരായി കർമ്മഹീനരായി വർദ്ധിച്ചിരുന്നുവെങ്കിൽ ഈ ലോകം നിശേഷം നശിച്ചു പോവുകയല്ലാതെ മറ്റെന്തുണ്ടാകുമായിരുന്നു? ഫലം വേണ്ടെന്ന് വിചാരിച്ചുകൂടി കർമ്മം ചെയ്യുന്നവരുണ്ട്. അത്ര മഹത്വമേറിയതാണ് കർമ്മത്തിൻ്റെ പ്രഭാവം. എന്നാൽ ദൈവത്തിൽ നിന്ന് തനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടുമെന്ന് വിചാരിച്ച് മേലനങ്ങാതെ കാത്തിരിക്കുന്നവനും വരുവാനുള്ളതെല്ലാം ഭാഗ്യത്താൽ കർമ്മം കൂടാതെ മുറയ്ക്ക് ലഭിച്ചുകൊള്ളുമെന്ന് കരുതുന്നവനും വെറും മൂഢാത്മാക്കളാണ്. ചിലർ എല്ലാം ദൈവഹിതമാണെന്ന് കരുതുന്നു. മറ്റു ചിലർ അതല്ലെന്നും വിശ്വസിക്കുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ടും ദൈവഹിതം കൊണ്ടും നേടുന്നതായി കരുതുന്നതിനെല്ലാം ആധാരം പൂർവ്വജന്മങ്ങളിലെ തെറ്റോ ശരിയോ ആയ കർമ്മങ്ങൾ തന്നെയാണ്. പൂർവ്വകർമ്മത്തിന് സ്ഥാനമില്ലെങ്കിൽ മനുഷ്യൻ ഏത് ആശയോടുകൂടി കർമ്മം ചെയ്യുന്നുവോ അതൊക്കെ അപ്പോൾ തന്നെ ഫലിക്കേണ്ടതല്ലേ? കർമ്മമാണ് അർത്ഥ അനർത്ഥങ്ങൾക്ക് കാരണമെന്നും പൂർവ്വജന്മ കർമ്മങ്ങൾക്ക് സ്ഥാനമുണ്ടെന്നും അറിയാത്തവൻ മൂഢനാണ്. അല്ലയോ രാജാവേ, നമുക്ക് വളരെയധികം അനർത്ഥങ്ങൾ നേരിട്ടിരിക്കുന്ന കാലമാണ് ഇത്. ഭവാൻ സംശയം വെടിഞ്ഞ് പൗരുഷത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ നമ്മെ ബാധിച്ചിട്ടുള്ള അനർത്ഥങ്ങൾ നീങ്ങുകയുള്ളൂ. കർമ്മം മറ്റുള്ളവരിലെല്ലാം വലിച്ചു കാണുമ്പോൾ നമ്മിൽ മാത്രം അത് ഉണ്ടാകാതിരിക്കുമോ? നാം നമ്മുടെ കർമ്മങ്ങൾ ശരിക്കും നിർവഹിക്കണം. പണിപ്പെട്ടാലും ഫലം സിദ്ധിക്കുകയില്ല എന്നുള്ള നിരാശ മനുഷ്യനുണ്ടാകരുത്. ഫലസിദ്ധി ഉണ്ടായാലും ഇല്ലെങ്കിലും കർമ്മം ചെയ്യുക തന്നെ വേണം. മനുഷ്യൻ ഒരിക്കലും അലസനാകരുത്. വിജയം കാക്ഷിക്കുന്നവൻ ശത്രുവിൻ്റെ പഴുതി എപ്പോഴും നോക്കിക്കൊണ്ട് ഉത്സാഹത്തോടെ പ്രയത്നിക്കണം. ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന ആത്മനിന്ദ ചെയ്യുന്നവന് ഐശ്വര്യം ഉണ്ടാവുന്നതല്ല. ഫലസിദ്ധി ദേശകാലങ്ങളെ നോക്കിയുള്ള ശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. അത് ശരിക്കും അറിഞ്ഞുകൊണ്ട് ഭവാൻ യത്നിക്കുക. ഞങ്ങളുടെ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന ഒരു വിപ്രൻ സഹോദരന്മാർക്ക് ബൃഹസ്പതിയുടെ നീതിശാസ്ത്രം ഉപദേശിക്കുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയ കാര്യങ്ങൾ അങ്ങയോട് പറഞ്ഞു എന്നേ ഉള്ളൂ എന്നിങ്ങനെ ദ്രൗപദി യുധിഷ്ഠിരനോട് പറഞ്ഞു. ഇനി ഭീമ യുധിഷ്ഠിര സംവാദം. ദ്രൗപദി പറഞ്ഞതെല്ലാം ഭീമൻ ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആകപ്പാടെ
ആകപ്പാടെയുള്ള ചുറ്റുപാടിൽ അവൻ അസ്വസ്ഥനും കോപിഷ്ഠനുമായിരുന്നു. അവൻ അവരുടെ ദുർഗതിയോർത്ത് നെടുവീർപ്പുകൊണ്ട് യുധിഷ്ഠിരനോട് പറഞ്ഞു, രാജാവേ, രാജപദവി വെടിഞ്ഞ് നമ്മൾ ധർമാർത്ഥ കാമവിഹീനരായി ഈ കാട്ടിൽ പാർക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? ദുര്യോധനൻ ധർമ്മം കൊണ്ടോ ആർജവം കൊണ്ടോ വീര്യം കൊണ്ടോ അല്ല രാജ്യം നേടിയത്, കള്ളച്ചൂതുകൊണ്ടാണ്. ശക്തനായ ശുംഭത്തിന്റെ തീറ്റയെ ദുർബലനായ കുറുക്കൻ തട്ടിയെടുത്തതുപോലെ അവൻ നമ്മുടെ രാജ്യം അപഹരിച്ചു. എല്ലാറ്റിനും കാരണം അങ്ങയുടെ അശ്രദ്ധയാണ്. അങ്ങ് എന്നും ധർമ്മത്തെ മാത്രം ഉദ്ദേശിച്ച് ജീവിക്കുന്നവനാണ്. ഭഗവാന്റെ പ്രിയത്തിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ ഘോരദുഃഖം സഹിക്കുന്നത്. അവിടെ വെച്ച് തന്നെ ദുര്യോധനാദികളെ ഞങ്ങൾ കൊല്ലാതെ വിട്ടത് ഭഗവാന്റെ വാക്കുകൾ കേട്ടിട്ടാണ്. അന്ന് ചെയ്യാനത് തെറ്റായിപ്പോയി. ആ തെറ്റ് എന്നെ ഇപ്പോൾ കഠിനമായി ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലായ്പ്പോഴും ക്ഷമിച്ചതുകൊണ്ട് നാം ദുർബലരാണെന്ന് അവർ കരുതുന്നു. അതാണ് എനിക്ക് ഏറ്റവും സങ്കടകരമായത്. മരണത്തെക്കാളും ഭയങ്കരമാണ് അപമാനം. യുദ്ധത്തിൽ മരിക്കുന്നതിൽ എനിക്ക് സങ്കടമില്ല. ദുഃഖമുണ്ടാക്കുന്നത് ഏതോ അതെങ്ങനെ ധർമ്മമാകും? അത് അധർമ്മമാണ്. ധർമ്മം ചിലപ്പോൾ ചിലർക്ക് ദൗർബല്യമാകാറുണ്ട്. ധർമ്മത്തെ ധർമ്മത്തിന് വേണ്ടി പാലിച്ചുകൊണ്ടിരിക്കുന്ന ധാർമ്മികൻ എന്നും ക്ലേശമായിരിക്കും ഫലം. ധർമാർത്ഥങ്ങളാണ് കാമത്തിന്റെ മൂലം. മനുഷ്യൻ ധർമ്മത്തിൽ മാത്രം നിരതനായിരുന്നുകൂടാ, അർത്ഥത്തിൽ മാത്രം നിരതനായിരുന്നുകൂടാ, കാമത്തിൽ മാത്രം നിരതനായിരുന്നുകൂടാ. എന്നാൽ ഇവ മൂന്നിലും ഒരുപോലെ പ്രവർത്തിക്കണം. ഈ ജഗത്തിന് മൂലം ധർമ്മമാണെന്നും ധർമ്മത്തിന് ഉപരിയായി മറ്റൊന്നുമില്ലെന്നും ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ധർമ്മത്തിന് അർത്ഥവും അർത്ഥത്തിന് ധർമ്മവും ആധാരമാണ്. മഹത്തായ ധർമ്മത്തെ സേവിക്കുവാൻ അർത്ഥം കൂടാതെ കഴിയുകയില്ല. യാചനം ബ്രാഹ്മണർക്കല്ലാതെ ഭഗവാന് ചേരുന്നതല്ല. അതുകൊണ്ട് പുരുഷോത്തമനായ ഭഗവാൻ സ്വന്തം ശക്തിയും തേജസ്സും കൊണ്ട് അർത്ഥം നേടുവാൻ യത്നിക്കുകയാണ് വേണ്ടത്. ക്ഷത്രിയന്റെ വിശിഷ്ടമായ ധർമ്മം ഉത്സാഹവും ബലവുമാണ്. അതുകൊണ്ട് ഭഗവാൻ സ്വധർമ്മത്തെ കൈക്കൊള്ളുക. സ്വധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കുന്നത് പുരുഷന് ചേർന്നതല്ല. ധർമ്മത്തെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന രാജാവ് രാജ്യത്തെയോ ഐശ്വര്യത്തെയോ നേടുകയില്ല. യുദ്ധത്തിൽ അർജുനനെ പോലെ വില്ലാളിയായ യോദ്ധാവ് മറ്റാരുമില്ല. ഗദാധരന്മാരിൽ എന്നെപ്പോലെ അഭ്യാസി മറ്റാരുമില്ല. നാം ദുർബലന്മാരാണെന്ന് ഭഗവാൻ ഭയപ്പെടരുത്. ദുർബലന്മാർ ഒന്നിച്ചു ചേർന്നാൽ പോലും ബലവാന്മാരെ കൊല്ലാൻ കഴിയും. തേനീച്ചകൾ കൂട്ടത്തോടെ എതിർത്താൽ തേനെടുക്കുന്നവൻ കുത്തേറ്റ് ചത്തുപോകും. സൂര്യൻ സ്വന്തം രശ്മി കൊണ്ട് ജീവജാലങ്ങളെ പരിപോഷിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നില്ലേ? അതുപോലെ ഭഗവാൻ ശത്രുക്കളെ സംഹരിച്ച് പ്രജകളെ അനുഗ്രഹിക്കുക. അല്പം ധർമ്മം വെടിഞ്ഞ് മഹാധർമ്മം നേടുവാൻ ശ്രമിക്കുന്നവർ ബുദ്ധിമാന്മാരാണ്. അത് കുറച്ച് വിത്ത് വിതച്ച് അധികം വിളവെടുക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് ധാർത്തരാഷ്ട്രന്മാരുമായുള്ള കരാറ് അത്ര കാര്യമാക്കേണ്ടതില്ല. ഉപകരണങ്ങൾ മുഴുവൻ സജ്ജീകരിക്കുക. വിപ്രന്മാരെ പ്രസാദിപ്പിച്ച് ആശീർവാദങ്ങൾ വാങ്ങി നമുക്ക് ഹസ്തിനപുരിയെ ആക്രമിക്കാം. ധാർത്തരാഷ്ട്രന്മാർ കൈയടക്കിയ നമ്മുടെ രാജ്യം നമുക്ക് വീണ്ടെടുക്കാം. ദുര്യോധനന്റെ ആവേശത്തോടു കൂടിയ പ്രഭാഷണം കേട്ട് അല്പസമയത്തേക്ക് ധർമ്മപുത്രർ ഒന്നും പറഞ്ഞില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞു, അല്ലയോ ഭീമ, നീ പറഞ്ഞ എല്ലാം ശരിയാണ്. നിന്റെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ കുത്തിത്തറക്കുന്നു. നീ ഇങ്ങനെ തന്നെ പറയണം. അത്രത്തോളം അപരാധം ചെയ്തവനാണ് ഞാൻ. എൻ്റെ ദുർനയം തന്നെയാണ് നിങ്ങളെ ദുഃഖത്തിൽ ആഴ്ത്തിയത്. ധൃതരാഷ്ട്രപുത്രരിൽ നിന്നും രാജ്യം നേടി എൻ്റേതാക്കാമെന്ന് കരുതിയല്ലേ ഞാൻ ചൂതാടിയത്? ശകുനി കള്ളക്കളിയാണ് കളിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ചൂതിൽ നിന്നും പിന്മാറേണ്ടതായിരുന്നു. എന്നാൽ എൻ്റെ സ്പർദ്ധ മൂലം അങ്ങനെ ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞില്ല. മനുഷ്യമാനസം അന്ധമാക്കുന്നതാണല്ലോ സ്പർദ്ധ. പൗരുഷം കൊണ്ടും അഭിമാനം കൊണ്ടും വീര്യം കൊണ്ടും അപേക്ഷിതമായ മനസ്സിനെ നിയന്ത്രിക്കുവാൻ ആർക്കും കഴിയുന്നില്ല. എൻ്റെ മനസ്സും അനിയന്ത്രിതമായി. നീ എന്നെ ഇപ്പോൾ ആക്ഷേപിക്കുന്നത് കേട്ട് എനിക്ക് നിന്നോട് ഒട്ടും വെറുപ്പ് തോന്നുന്നില്ല. എന്തു ചെയ്യാം? നമുക്ക് അങ്ങനെയൊക്കെ മുൻവിധിയാൽ വന്നുകൂടി. അവസാനം ദാസ്യത്തിൽ കുടുങ്ങിയ നമ്മളെ പാഞ്ചാലി രക്ഷിച്ചു. രണ്ടാമത് ചൂതുണ്ടായപ്പോൾ സഭയിൽ വെച്ച് ചെയ്ത കരാറാണ് ചൂതിൽ തോൽക്കുന്നവർ വനവാസം ചെയ്യുക എന്നുള്ളത്. അത് അപ്പോൾ തന്നെ നീയും അർജുനനും അറിഞ്ഞതാണ്. ആ കരാർ സമ്മതിച്ചാണ് കളിച്ചത്. ചൂതിൽ നാം തോറ്റു. ഏതായാലും രാജ്യത്തിനും ധനത്തിനും വേണ്ടി മഹാന്മാരുടെ മുന്നിൽ വെച്ചുണ്ടാക്കിയ കരാർ തെറ്റിക്കുവാൻ ഞാൻ വിചാരിക്കുന്നില്ല. സഭയിൽ വെച്ച് ചെയ്ത സത്യം ലംഘിക്കുകയില്ല. ചൂതുകളിക്കാലത്ത് നീ എൻ്റെ കൈകൾ ചുട്ടുകളയാൻ ഒരുങ്ങിയില്ലേ? അർജുനൻ തടഞ്ഞപ്പോൾ നീ എന്തിനു ഭയപ്പെട്ടു? അത്രയ്ക്ക് കരുതലോടെ അടങ്ങിയ നീ രണ്ടാമത്തെ പ്രാവശ്യത്തെ ചൂതിൽ കരാറെടുക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് എന്നെ തടഞ്ഞില്ല? കാലം തെറ്റിയതിനു ശേഷം എന്നെ എന്തിനാണ് ആക്ഷേപിക്കുന്നത്? പാഞ്ചാലിയെ ദ്രോഹിക്കുന്നത് കണ്ടപ്പോൾ അടങ്ങി നിൽക്കേണ്ടതായി വന്നതോർത്ത് ഇപ്പോഴും ഘോരവിഷം കുടിച്ചതുപോലെയുള്ള മഹാദുഃഖം എനിക്കുണ്ട്. എന്നാലും ഗുരുമധ്യത്തിൽ വെച്ച് ചെയ്ത സത്യം ലംഘിക്കുവാൻ എനിക്ക് വയ്യ. വിത്ത് വിതച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലോദയം വരെ കാക്കണം.
ആ സുഖോദയകാലം നാം കാത്തുകൊണ്ടിരിക്കുക തന്നെ വേണം. സത്യത്തെയും ധർമ്മത്തെയും ജീവിതത്തെക്കാളേറെ സ്വർഗത്തെക്കാളേറെ ശ്രേഷ്ഠമായി കരുതുന്നവനാണ് ഞാൻ. രാജ്യം, പുത്രന്മാർ, ബന്ധുക്കൾ, യശസ്, ധനം എന്നിവ സത്യവുമായി തുലനം ചെയ്യുമ്പോൾ സത്യത്തിൻ്റെ 16 പോലും തൂങ്ങുകയില്ല. ഭീമൻ പറഞ്ഞു, മഹാരാജാവേ, കാലം നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയില്ല. ഇനിയും ദീർഘമായ 12 വർഷം നാം കഴിച്ചു കൂട്ടേണ്ടതായിട്ടുണ്ട്. മനുഷ്യൻ കാലിന് വശങ്കനാണ്. മധ്യജീവിതം വെള്ളത്തിലെ കുമിള പോലെ പെട്ടെന്ന് തകർന്നു പോകും. മരണം ശരീരികളുടെ ശരീരത്തിൽ എപ്പോഴും കുടികൊള്ളുന്നു. എപ്പോഴാണ് അവൻ പുറത്തു വരിക എന്ന് തീർത്തു പറയുവാൻ ആർക്കും കഴിയുകയില്ല. മരണത്തിന് മുമ്പ് നാം രാജ്യത്തിന് വേണ്ടി ക്ഷമിക്കേണ്ടതല്ലേ? രാജാവേ, ദൗർബല്യം കൊണ്ടല്ലേ ഭവാൻ ഈ പ്രതിജ്ഞ ലംഘിക്കുന്നത് ലജ്ജാവഹമായി കരുതുന്നത്? അങ്ങയുടെ ക്ഷമയെയും കഷ്ടതരമായ ജീവിതത്തെയും ആരും അഭിനന്ദിക്കുകയില്ല. ലോകപ്രസിദ്ധനായ ഭവാന് അജ്ഞാതവാസം അസാധ്യമാണ്. സൂര്യദേവന് ആകാശത്തിൽ ഒളിച്ചിരിക്കാൻ പറ്റുമോ? അങ്ങയുടെ സ്ഥിതി അതുപോലെയാണ്. മഹാവൃക്ഷം പോലെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന അർജുനൻ എങ്ങനെ അജ്ഞാതനായി സഞ്ചരിക്കും? സിംഹതുല്യമായ നകുല സഹദേവന്മാർ ഇവിടെ ഒതുങ്ങിപ്പാർക്കും. വിശ്രുതയായ കൃഷ്ണ എങ്ങനെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽപ്പെടാതെ വാഴും? എന്നെ കുട്ടിക്കാലം മുതൽ എല്ലാവരും അറിയും. ഞാൻ എങ്ങനെ അജ്ഞാതവാസം ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. മേരുപർവ്വതത്തെ ഒളിപ്പിക്കാം, ഭീമനെ ഒളിപ്പിക്കുവാൻ പ്രയാസമാണ്. നാം തോൽപ്പിച്ച അനവധി രാജാക്കന്മാരുണ്ട്. അവരെല്ലാം ധാർത്തരാഷ്ട്രന്മാരുടെ കൂടെ നിൽക്കും. അജ്ഞാതവാസകാലത്ത് നമ്മെ കണ്ടുപിടിക്കാൻ അവരും ശ്രമിക്കും. കണ്ടുപിടിച്ചാൽ പിന്നെയും 12 വർഷം വനവാസം വേണം എന്നാണല്ലോ കരാറ്. അതിൻ്റെ അർത്ഥം നാം നിത്യവും മരത്തിൽ കഴിയണം എന്ന് തന്നെയാണ്. കാട്ടിൽ പാർത്തു തുടങ്ങിയിട്ട് ഇപ്പോൾ 13 മാസമായി. ഈ 13 മാസം 13 കൊല്ലമായി കണക്കാക്കാമെന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. കരാറ് കാലം കഴിഞ്ഞു എന്ന് കരുതുക. പോരെങ്കിൽ ബാക്കി കാലങ്ങൾക്ക് വേണ്ട പ്രായശ്ചിത്തം നമുക്ക് ചെയ്യാം. അങ്ങനെ കരാറിൽ നിന്ന് നമുക്ക് ഒഴിവാകണം. എങ്ങനെയും ശത്രുക്കളെ നശിപ്പിക്കാൻ നാം ഉടൻ തന്നെ ഒരുങ്ങണം. ഭീമന്റെ ഈ വാദമുഖങ്ങൾക്കൊന്നും പുരുഷവ്യാകരനായ ധർമ്മപുത്രനെ തന്റെ നിലപാടിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, സ്വന്തം കയ്യൂക്കൽ അതിലേറ്റ് അഹങ്കരിക്കുന്നവർ ചപലരാണ്. ഭീഷ്മൻ, ദ്രോണൻ, കർണൻ, അശ്വത്ഥാമാവ് തുടങ്ങിയവർ ദിവ്യാസ്ത്രജ്ഞന്മാരാണ്. അവർ ദുര്യോധനു വേണ്ടി യുദ്ധം ചെയ്യാനും ജീവൻ പോലും കളയാനും തയ്യാറാവും. അവരുടെ കൂടെ നമ്മോട് പിണങ്ങിപ്പോയിട്ടുള്ള രാജാക്കന്മാരൊക്കെ കൂടും. അഭേദ്യമായ കവചമുള്ള സാഹസിയും അസ്ത്രജ്ഞനും അജയ്യനുമായ കർണനെ നീ നിസ്സാരനായി കരുതുന്നത് നിന്റെ വിവരക്കേടുകൊണ്ടാണ്. വില്ലാളികളിൽ വെച്ച് ഏറ്റവും മികച്ചവനാണ് കർണനെന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് അഭ്യാസ പ്രകടനം നടന്നപ്പോൾ അർജുനൻ കാട്ടിയ പ്രാഗൽഭ്യത്തെ വെല്ലുന്ന വിധത്തിൽ അവൻ പ്രകടനം നടത്തിയത് നീ വിസ്മരിച്ചു പോയോ? അവൻ്റെ കൈവേഗത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ഉറക്കമുണ്ടാകുന്നില്ല. ദുര്യോധനൻ ഗതായുധത്തിൽ നിനക്ക് തുല്യനാണ്. അവൻ്റെ അനുജന്മാരെല്ലാം വീര്യമുള്ള ക്ഷത്രിയന്മാരാണ്. അവർക്ക് സ്വന്തമായും മറ്റു രാജാക്കന്മാരുടെ സഹായം കൊണ്ടും വലുതായ സൈന്യബലമുണ്ട്. ഇത്രത്തോളം ശക്തന്മാരെ സഹായത്തിന് ആരുമില്ലാത്ത നിനക്ക് എങ്ങനെ ജയിക്കാൻ കഴിയും? ഇതൊന്നും ആലോചിക്കാതെ സ്വന്തം ശക്തിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരു വൻ ശക്തിയോട് ഏറ്റുമുട്ടാൻ ഒരുമ്പെട്ടാൽ ഒടുവിൽ ദുഃഖിക്കേണ്ടി വരും. യുധിഷ്ഠിരൻ്റെ ഈ വാക്കുകൾ അഹങ്കാരിയായ ഭീമന്റെ ഹൃദയത്തിൽ തട്ടി. ജ്യേഷ്ഠന്റെ വാക്കുകളിൽ കഴമ്പുണ്ടെന്ന് അവന് തോന്നി. അവനൊന്നും മിണ്ടാതെ നിന്നു. വ്യാസന്റെ പ്രതിസ്മൃതി വിദ്യോപദേശം. തദവസരത്തിൽ വേദവ്യാസൻ അവിടെ എത്തി. എല്ലാവരും അദ്ദേഹത്തെ പൂജിച്ചു ബഹുമാനിച്ചു. അദ്ദേഹം ആസനസ്ഥനായി. വ്യാസൻ പറഞ്ഞു, യുധിഷ്ഠിര, നിന്റെ മനോവിചാരം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനിപ്പോൾ വന്നത്. ഭീഷ്മൻ, ദ്രോണൻ, കൃപൻ, അശ്വത്ഥാമാവ്, കർണൻ, ദുര്യോധനൻ മുതലായവരെപ്പറ്റി നിനക്കുള്ള ഭയം അസ്ഥാനത്തല്ല. എന്നാൽ അത് വിധിവിഹിതമായ കർമ്മം കൊണ്ട് നശിപ്പിക്കാം. വിജയൻ ശത്രുക്കളെ എല്ലാം ജയിക്കും. എന്നാൽ അതിലേക്ക് വേണ്ട സിദ്ധി അവൻ നേടണം. പ്രതിസ്മൃതി എന്ന വിദ്യ ഞാൻ ഉപദേശിച്ചു തരാം. ഈ വിദ്യ കൊണ്ട് അർജുനൻ കാര്യം സാധിക്കുന്നതാണ്. അസ്ത്രലാഭത്തിനു വേണ്ടി ദേവേന്ദ്രൻ, രുദ്രൻ, വരുണൻ, കുബേരൻ, യമൻ എന്നിവരെ പ്രീതിപ്പെടുത്തണം. അർജുനൻ സഖാവും തേജസ്വിയുമായ ഋഷിയാണ്. ഇവൻ ദേവകളെ തപസിദ്ധി കൊണ്ടും പരാക്രമം കൊണ്ടും ദർശിക്കും. അവരിൽ നിന്ന് ശത്രു സംഹാരത്തിന് ആവശ്യമായ ആയുധങ്ങൾ ഇവന് ലഭിക്കും. ഇവിടെ താമസിച്ചിട്ട് കുറേ നാളുകളായല്ലോ. കൂടുതൽ കാലം ഒരിടത്ത് തന്നെ താമസിക്കരുത്. നിങ്ങൾ ഇനിയും കാമിക വനത്തിലേക്ക് പോകുന്നതാണ് നല്ലത്. ഉത്തമമായ പ്രതിസ്മൃതി എന്ന മന്ത്രം ഉപദേശിച്ചു കൊടുത്തിട്ട് വ്യാസൻ അപ്രത്യക്ഷനായി. പാണ്ഡവന്മാർ അവരുടെ താമസം കാമിക വനത്തിലേക്ക് മാറ്റി. ഇനി കിരാത അർജുനീയം, അത് അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.